3 മണി കഴിഞ്ഞ് 41 ആയിരിക്കുന്നു. ഇപ്പോൾ വയനാട്ടിൽ നമുക്കറിയാം വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മഞ്ഞ് കൂടുതലുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക, അതായിരിക്കും അവരുടെയൊക്കെ ഒരു ലക്ഷ്യം. കൂടുതൽ പേരെത്തുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായും കൂടുതൽ പേരെത്തുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് സ്മിത. ഇപ്പോൾ 65% പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പോളിംഗ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഇവർ എന്തായാലും ഇവരെ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇടയ്ക്കൊന്ന് വരണം എന്ന് ആവശ്യപ്പെട്ടത്. ഇവരൊക്കെ വോട്ട് ചെയ്തവരാണോ അതോ മുന്നണിയുടെ പ്രവർത്തകരാണോ? അല്ല, മുന്നണി പ്രവർത്തകർ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ് ഞങ്ങൾ. എത്രമാത്രം രീതിയിൽ ആളുകളെ എത്തിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടോ? അതോ ഏതാണ്ട് പോളിംഗ് പരമാവധി ആളുകളെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സജീവമായിട്ട് ഇവിടെ ഉണ്ട്. BJP ഒക്കെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതെ പോയിക്കോളും. നല്ല മത്സരം. രാവിലെ മുതൽ എവിടെ ഉണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല. നല്ലോണം വോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും തന്നെ വോട്ട് ചെയ്യുന്നുണ്ട്. ഒരു മുന്നണിയും വരയ്ക്കുന്നത് ഞങ്ങൾ ജയിക്കും എന്നാണ്, അതുപോലെ തന്നെ ജയിക്കും. മത്സരത്തിനിടയ്ക്കും നല്ല നിറമുള്ള കാഴ്ചയാണ്. കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, മറ്റു പാർട്ടിക്കാരുണ്ട്, അവരൊക്കെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് സ്മിത. അതെ, എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ തന്നെയാണ്. വയനാട്ടുകാരുടെ ഒരു സ്നേഹം നമ്മൾ കണ്ടറിയുന്നതല്ലേ പലപ്പോഴും സുർജിത്ത്. അപ്പോൾ ഏതായാലും പല മുന്നണികൾ ഒരുമിച്ച് തന്നെയാണ്, അവരുടെ സ്ഥാനാർത്ഥികൾ ഒന്നിച്ചിരിക്കുന്നു. ഒരു അല്പസമയം വിശ്രമിക്കാനിരിക്കുന്നതൊക്കെ ഒരുമിച്ചാണ്. അതൊരു സൗന്ദര്യമുള്ള കാഴ്ച തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.